ഹലോ ഓൾ, ദിസ് ഈസ് യാസ്മിൻ ഫ്രം ബോബേബി. ഇതെൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. നമ്മുടെ ഫസ്റ്റ് വീഡിയോ തന്നെ ഒരുപാട് സ്നേഹം കൊണ്ടാവട്ടെ അല്ലേ സ്റ്റാർട്ടിങ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോണത് ഈ ക്യൂട്ട് മിനി ഹാർട്ട്സ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇതുപോലത്തെ ഹാർട്ട്സ് നമുക്ക് പല രൂപത്തിൽ യൂസ് ചെയ്യാൻ പറ്റും. കീ ചെയിൻ ആയിട്ടും ഇയറിങ്സ് ആയിട്ടും പിന്നെ ബേബി ഹെഡ് ബാൻഡ്സ് ആയിട്ടും പിന്നെ ഇതുപോലെ ഗ്രീറ്റിംഗ് കാർഡ്സിലൊക്കെ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഇതിലെ എൻ്റെ ഫേവറേറ്റ് ബിസ്ക്കറ്റാണ് കേട്ടോ. കുട്ടിക്കാലത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബിസ്ക്കറ്റാണ്, ലിറ്റിൽ ഹാർട്ട്സിൻ്റെ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഞാൻ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത് 4-പ്ലൈ കോട്ടൺ യാണാണ് കേട്ടോ. ഈ യാണ് മാജിക് നീഡിൽസിൻ്റെ കോട്ടൺ എന്ന് പറയുന്ന യാണാണ്. വൺ ഓഫ് മൈ ഫേവറേറ്റ് യാണാണ് കേട്ടോ ഇത്. ഈ യാൺ നമുക്ക് അവരുടെ വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യാൻ വേണ്ടി പറ്റും. 3.5 mm ഹുക്കാണ് ഞാൻ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് നമ്മൾ വർക്കിംഗ് ആണ് വരുന്നത്. യാണിൻ്റെ എൻഡ് പോർഷൻ ഇതുപോലെ പിടിച്ചിട്ട് 2 ഫിംഗറിൽ ഇതുപോലെ ചുറ്റിയെടുക്കുക. 2 ഫിംഗറിനെ ചുറ്റും യാണ് എക്സ് എന്നുള്ള രൂപത്തിൽ വരുന്ന രൂപത്തിൽ ചുറ്റിയെടുക്കുക. വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യാം. അപ്പോൾ 2 ലൂപ്പ് കിട്ടും നമുക്ക്. എന്നിട്ട് ക്രോഷ്യ ഹുക്ക് എടുത്തിട്ട് ഒരു ലൂപ്പിൻ്റെ താഴെ കൂടെ മറ്റേ ലൂപ്പിൻ്റെ മേലെ കൂടെ എന്നിട്ട് ഫസ്റ്റ് ലൂപ്പിനുള്ളിലൂടെ വലിക്കുക. ഓക്കെ, എന്നിട്ട് യാണിൻ്റെ എൻഡ് പോർഷൻ താഴേക്ക് ഇതുപോലെ പിടിക്കുക. എന്നിട്ട് വർക്കിംഗ് യാണിനെ 2 ഫിംഗറിൻ്റെ ഇടയിലായിട്ട് ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ചെയിൻ 1 ചെയ്യാം. ജസ്റ്റ് യാൺ ഓവർ ചെയ്തിട്ട് ആ ചെറിയ ലൂപ്പിലൂടെ വലിക്കുക. അപ്പോൾ ഒരു ചെയിൻ 1 ഫോമായി. ഇപ്പോൾ നമുക്ക് കിട്ടിയതാണ് മാജിക് സർക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ മാജിക് സർക്കിളിലാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയിൻ 3 ചെയ്യാം. ഇതൊരു ചെയിൻ 1 2 1 മോർ ചെയിൻ 3. ഇപ്പോൾ ചെയിൻ 3 ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന സ്റ്റിച്ചിൻ്റെ പേരാണ് ട്രിപ്പിൾ ക്രോഷ്യ. അതിന് വേണ്ടിയിട്ട് 2 പ്രാവശ്യം യാൺ ഓവർ ചെയ്യുക. എന്നിട്ട് റിങ്ങിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ഒരു ലൂപ്പ് വലിക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ ക്രോഷ്യ ഹുക്കിൽ ടോട്ടൽ 4 ലൂപ്പ് ഫോം ആയിട്ടുണ്ടാവും. ഓക്കെ, 1 2 3 4. ഇനി നമുക്ക് യാൺ ഓവർ ചെയ്തിട്ട് അതിൽ 2 ലൂപ്പിലൂടെ വലിക്കുക. എഗെയിൻ യാൺ ഓവർ 2 ലൂപ്പിലൂടെ വലിക്കുക. ഇപ്പോൾ ലെഫ്റ്റ് ചെയ്യുന്ന 2 ലൂപ്പാണ്. എഗെയിൻ യാൺ ഓവർ 2 ലൂപ്പിലൂടെ വലിക്കുക. ഇപ്പോൾ ഫോം ചെയ്ത സ്റ്റിച്ചിൻ്റെ പേരാണ് ട്രിപ്പിൾ ക്രോഷ്യേറ്റ്. ട്രിപ്പിൾ ക്രോഷ്യ എന്നും പറയും ഇതിന്. ഇനി ഇതുപോലെ 2 ട്രിപ്പിൾ ക്രോഷ്യ കൂടെ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി 2 പ്രാവശ്യം ഹുക്ക് യാൺ ഓവർ ചെയ്യുക. റിങ്ങിലൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ 4 ലൂപ്സ് ഉണ്ട്. അതിൽ 2 ലൂപ്പിലൂടെ മാത്രം യാണ് പുള്ള് ചെയ്യുക. അപ്പോൾ നമുക്ക് 3 ലൂപ്പ് ലെഫ്റ്റ് ഉണ്ട്. എഗെയിൻ യാൺ ഓവർ 2 ലൂപ്പിലൂടെ യാണ് പുള്ള് ചെയ്യുക. 2 ലൂപ്പ് ലെഫ്റ്റ്സ് ആൻഡ് യാൺ ഓവർ ഒന്നും കൂടെ പുള്ള് ചെയ്യുക. അപ്പോൾ ഒരു ട്രിപ്പിൾ ക്രോഷ്യ ഫോം ചെയ്തു. ഇതുപോലെ ഒരു ട്രിപ്പിൾ ക്രോഷ്യ കൂടി ചെയ്യുക. ടോട്ടൽ 3 ട്രിപ്പിൾ ക്രോഷ്യ ചെയ്തു. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് 4 ഡബിൾ ക്രോഷ്യയാണ്. ഡബിൾ ക്രോഷ്യ ചെയ്യാൻ യാൺ ഓവർ ചെയ്യുക. റിങ്ങിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഒരു ലൂപ്പ് വലിക്കുക. അപ്പോൾ 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ 2 ലൂപ്പിലൂടെ പുള്ള് ചെയ്യുകയാണ്. അപ്പോൾ 2 ലൂപ്പ് ലെഫ്റ്റ് ആയിരിക്കും. എഗെയിൻ യാൺ ഓവർ ബാക്കിയുള്ള 2 ലൂപ്പിലൂടെ യാണ് വലിക്കുക. അപ്പോൾ ഒരു DC ഫോമായി. ഓക്കെ, അതേപോലെ 4 DC നമുക്ക് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ 2 DC ആയി. നെക്സ്റ്റ് 3 1 മോർ 4. അങ്ങനെ 4 DC ചെയ്തു. ഓക്കെ, ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് ഹാർട്ടിൻ്റെ ഒരു സൈഡ് നമുക്ക് ഫോമായി. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ചെയിൻ 2. 2 ചെയിൻ ഇടുക. ഇനി ഈ ചെയ്ത പ്രോസസ്സ് നമ്മൾ റിവേഴ്സ് ആയിട്ട് ചെയ്യുക. 4 DC. ഓക്കെ, 1 2 3 ഒരു DCയും കൂടെ 4 DC ചെയ്തു. നെക്സ്റ്റ് ഇനി ചെയ്യേണ്ടത് 3 ട്രിപ്പിൾ ക്രോഷ്യ ആണ്.
ട്രിപ്പിൾ ക്രോഷ്യ ഒന്നുകൂടി കാണിച്ചു തരാം. യാൺ ഓവർ 2 ലൂപ്പിലൂടെ വലിക്കുക, അഗെയിൻ യാൺ ഓവർ 2 ലൂപ്പിലൂടെ, യാൺ ഓവർ 2 ലൂപ്പിലൂടെ. DC ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു പ്രാവശ്യമാണ് യാൺ ഓവർ ചെയ്യുക. നമ്മൾ ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുന്ന സമയത്ത് 2 പ്രാവശ്യം യാൺ ഓവർ ചെയ്യുക. അതേ വ്യത്യാസമുള്ളൂ. ഒന്നുകൂടെ നോക്കാം. 2 പ്രാവശ്യം യാൺ ഓവർ ചെയ്യുക, ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ പുള്ളപ്പ് ലൂപ്പ്, യാൺ ഓവർ 2 ലൂപ്പിലൂടെ പുള്ള് ചെയ്യുക, എഗെയിൻ യാൺ ഓവർ 2 ലൂപ്പിലൂടെ പുള്ള് ചെയ്യുക, എഗെയിൻ യാൺ ഓവർ ലാസ്റ്റ് 2 ലൂപ്പിലൂടെ പുള്ള് ചെയ്യുക. ഇപ്പോൾ 4 DCയും 3 ട്രിപ്പിൾ ക്രോഷ്യ ചെയ്തു. ഇനി 3 ചെയിൻ ചെയ്യുക. ഓക്കെ, 3 ചെയിൻ ചെയ്തു. റിങ്ങിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഒരു ലൂപ്പ് വലിക്കുക. ഇപ്പോൾ 2 ലൂപ്പുണ്ട് ഹുക്കിൽ. എന്നിട്ട് ആ ഒരു ലൂപ്പിനെ മറ്റേ ലൂപ്പിലൂടെ വലിക്കുക. ഇതിനെ പറയുന്ന പേരാണ് സ്ലിപ്പ് സ്റ്റിച്ച്. എന്നിട്ട് ചെയിൻ 1 ചെയ്തിട്ട് യാണ് പുള്ള് ചെയ്യുക. ഓക്കെ, എന്നിട്ടില്ലേ യാണിൻ്റെ എൻഡിനെ ഉണ്ടല്ലോ ഇതുപോലെ ടൈറ്റായിട്ട് പിടിച്ചിട്ട് വലിച്ചു കഴിഞ്ഞാൽ ആ റിങ് ക്ലോസ് ആവും. കണ്ടോ? അപ്പോൾ നമ്മുടെ ഹാർട്ട് ഫോം ചെയ്യുന്നത് കാണാൻ പറ്റും. എന്നിട്ട് നമ്മൾ യാണ് കട്ട് ചെയ്യുക, ഫാസ്റ്റൺ ഓഫ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഹാർട്ട് ഫോമായി. നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് പെർഫെക്റ്റായിട്ട് നമുക്ക് ഹാർട്ട് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഷേപ്പ് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിൽ നന്നായിട്ട് 2 സൈഡ് നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് ക്രോഷ്യ ഹുക്ക് എടുത്തിട്ട് ഏതെങ്കിലും ഒരു ലൂപ്പിലൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് യാണിനെ സെക്യൂർ ആക്കിയിട്ട് അവിടെ 2 എൻഡും കൂടെ ടൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മുടെ ഹാർട്ട് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ക്രോഷ്യ പഠിക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരും ക്രോഷ്യ ചെയ്ത് തുടങ്ങിയവരും എന്തായാലും ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്, അതിൻ്റേതായ പരിമിതികളൊക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ ബോബേബി എൻ്റെ പേജ് ഫോളോ ചെയ്യുക. പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ഹാർട്ട് ക്രോഷ്യ ചെയ്തിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യാം. ഞാൻ അത് സ്റ്റോറി ഇടുന്നതായിരിക്കും. ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.